ഉമ്മറപ്പടിയും കടന്ന് ഗേറ്റിന് മുൻപിലെത്തിയപ്പോൾ ഒന്നുകൂടി പുറകോട്ട് തിരിഞ്ഞു നോക്കി. ആജീവനാന്തകാലം വളയം പിടിച്ച് കെട്ടിപ്പടുത്ത ഓടിട്ട ചെറിയ വീടിൻ്റെ സ്ഥാനത്ത് വലിയ ഇരുനില മാളിക. അത് തനിക്ക് അന്യമായി തീരുന്ന നിമിഷം, ചുവരുകൾ അപരിചിതത്വ ഭാവം കാണിച്ചു തുടങ്ങിയ നിമിഷം മനസ്സ് പറഞ്ഞു ഇറങ്ങണം. ഒരു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞു വീഴുമ്പോഴാണ് ചുളുങ്ങിയ കയ്യിലേക്ക് ഒരു നനവ് പടർന്നത്. ചുണ്ടുകൾ ചിരിയോടെ, കണ്ണുകൾ കൊതിയോടെ ആ നനവിലേക്ക് നോക്കി. അന്യമാകാത്ത ഏക സമ്പാദ്യം എൻ്റെ ഇടം കൈയിൽ മുറുകെ പിടിച്ചിരിക്കുന്നു. 40 കൊല്ലം മുൻപ് എൻ്റെ ഇടം കൈയിൽ ചേർന്ന അതേ തണുപ്പ്, എൻ്റെ നല്ല പാതി. അന്ന് ആ തണുപ്പിന് ചൂട് പകർന്നു കൊടുക്കുമ്പോൾ കൈകൾ വിറച്ചില്ല, കണ്ണുകൾ കലങ്ങിയില്ല. ഇന്നറിയാതെ എൻ്റെ കണ്ണുകൾ കലങ്ങുമ്പോൾ കൂടെയുണ്ട് ഞാൻ എന്ന ഓർമ്മപ്പെടുത്തലോടെ ആ മുഖത്ത് മായാതെ നിൽക്കുന്ന അന്നത്തെ പുഞ്ചിരിയായിരുന്നു വീണ്ടും എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകിയത്. നീണ്ടുകിടക്കുന്ന റോഡിലൂടെ അവളുടെ കൈപിടിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഓർമ്മകൾ ഒരു വട്ടം കൂടി പുറകോട്ട് പോയി. 40 വർഷം മുൻപ് അവളുടെ തണുത്ത കൈപിടിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ബന്ധുക്കളും കൂട്ടുകാരും വാദ്യമേളങ്ങളും. അന്നവൾ സുന്ദരിയായിരുന്നു. ചുളിവുകൾ അവളെ മൂടിയിരുന്നില്ല. നര അവളെ ബാധിച്ചിരുന്നില്ല. ക്ഷീണമായിരുന്നില്ല മുഖത്ത്, പകരം നാണമായിരുന്നു. ഈ പാതയുടെ അവസാനം ഞാൻ കെട്ടിപ്പടുത്ത ചെറിയ വീട്ടിൽ ജീവിതം തുടങ്ങുമ്പോൾ മിച്ചം ഒന്നുമില്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പക്ഷേ കാലം മുൻപോട്ട് പോകുമ്പോൾ ചുറ്റുപാടിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യശരങ്ങൾ ഞങ്ങളെ ചുട്ടുപൊള്ളിച്ചു തുടങ്ങി. അമ്മയാകാൻ തുടിക്കുന്ന അവളുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഏറ്റ 10 വർഷം. എങ്കിലും പരസ്പരം തണലായി ഞങ്ങൾ. നിനക്ക് ഞാനും എനിക്ക് അവളും പോരെ നാട്ടുകാരുടെ വാ അടപ്പിക്കാൻ? പക്ഷേ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. ജീവിതത്തിൻ്റെ ഇരട്ടി മധുരം പോലെ ഒരു മോൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ എല്ലാം മറന്ന് സന്തോഷിച്ചു ഞങ്ങൾ. പിന്നെ അവനു വേണ്ടിയായിരുന്നു ജീവിതം. പഴയ ചുവരിൽ കരികളാൽ അവൻ തീർക്കുന്ന ചെറിയ വരകൾ പോലും ഞങ്ങൾക്ക് കൗതുകമായിരുന്നു. അവൻ്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ നൊന്തത് ഞങ്ങൾക്കായിരുന്നു. സമ്പാദ്യമൊന്നുമില്ലെങ്കിലും അവനെ പഠിപ്പിക്കാൻ വേണ്ടി രാവുകൾ പോലും പകലാക്കി വണ്ടി ഓടിക്കുമ്പോൾ കൈവെള്ളയിൽ പതിയുന്ന തഴമ്പ് പോലും എനിക്കൊരു ഹരമായിരുന്നു. ആദ്യമായി എന്നെ എതിർത്തവൻ സംസാരിക്കുമ്പോൾ പോലും വെറുപ്പായിരുന്നില്ല. മകനോടുള്ള വാത്സല്യം കണ്ണുമൂടിക്കെട്ടിയ അച്ഛൻ്റെ നിമിഷങ്ങളായിരുന്നു അത്. എങ്കിലും തന്നെക്കാൾ വളർന്ന അവനെ അഭിമാനത്തോടെ നോക്കി. ഞാൻ പ്രതീക്ഷിച്ചതിലും ഉയരത്തിൽ അവൻ പറക്കുമ്പോൾ ആ അഭിമാനമാണ് ഇരട്ടിച്ചത്. പക്ഷേ അതിനു പിന്നിൽ ഇരുൾ വീണു തുടങ്ങിയ ഞങ്ങളുടെ ജീവിതം തിരിച്ചറിഞ്ഞില്ല. ഉയർന്ന കുടുംബത്തിലെ പെൺകുട്ടിയെ സ്നേഹിക്കുന്നു എന്നവൻ പറയുമ്പോൾ പോലും എതിർത്തില്ല. അവൻ്റെ ഇഷ്ടമല്ലേ. അവൾക്ക് വേണ്ടി എൻ്റെ വിയർപ്പ് കുതിർന്ന വീട് പൊളിച്ചു മാറ്റി പകരം വലിയ വീട് വരുമ്പോഴും അവനോടുള്ള വാത്സല്യം കണ്ണു മൂടിക്കെട്ടി. അവൻ പണിത വീട്ടിലേക്ക് അവൾ വരുമ്പോൾ എൻ്റെ നല്ല പാതിയുടെ സ്ഥാനം വില കൂടിയ അടുക്കളയിൽ നിന്നും ഞങ്ങൾക്കായി തീർത്ത കുഞ്ഞു മുറിയിലേക്ക് പറിച്ചു നടുന്നത് ഞാൻ അറിഞ്ഞു. എങ്കിലും പരിഭവം പറഞ്ഞില്ല അവൾ. പുതിയ അടുക്കളയല്ലേ, ഞാനെന്തെങ്കിലും എടുത്താൽ കേടുപറ്റിയാലോ? പിള്ളേർക്കല്ലേ അതിൻ്റെ നഷ്ടം? പറയുമ്പോൾ വാക്കിടറാതെ ഇരിക്കാൻ അവൾ പാടുപെടുന്നത് കണ്ടില്ലെന്നു തന്നെ നടിച്ചു. അവൻ്റെ വില കൂടിയ കാറുകൾ മുറ്റത്ത് നിരന്നു വരുമ്പോൾ എൻ്റെ കയ്യിൽ തഴമ്പ് തീർത്ത ആ പഴയ അംബാസിഡർ മുറ്റത്തെ ഒരു മൂലയിലേക്ക് അവൻ തന്നെ തള്ളിമാറ്റി. എന്നും വൈകുന്നേരങ്ങളിൽ അവൻ കൊതിയോടെ ഓമനിച്ച ആ പഴയ വണ്ടിയെ ഇന്ന് നിഷ്കരുണം തള്ളിക്കളയുമ്പോൾ എൻ്റെ ചങ്കൊന്ന് പിടച്ചോ? ആ നിരന്നു കിടക്കുന്ന വലിയ കാറുകൾ ആ പഴയ വണ്ടിയുടെ ഔദാര്യമല്ലേ? ജീവിതം അങ്ങനെയാണ്. പുതിയത് വരുമ്പോൾ പഴയത് ഒരു മൂലയിലേക്ക് തള്ളി മാറ്റപ്പെടും. ഇന്ന് ഞങ്ങളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ഒരു മൂലയിൽ അവനൊപ്പം ഞങ്ങളും തുരുമ്പിച്ച് തുടങ്ങിയിരുന്നു. ആർക്കും വേണ്ടാത്ത 2 ജന്മങ്ങൾ. ഇന്ന് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും അവനെ വേദനിപ്പിച്ചുകൊണ്ടല്ല. വേദന ഉണ്ടാകുമോ എന്നും അറിയില്ല. വിദേശത്തേക്ക് പോകാൻ 2 പേർക്കും ഫാമിലി വിസ കിട്ടിയപ്പോൾ തുടങ്ങിയ അലോഹ്യമാണ് വീട്ടിൽ. അച്ഛനും അമ്മയായിരുന്നു സംസാര വിഷയം. ചർച്ചയുടെ അവസാനം വൃദ്ധസദനം വരെ എത്തി നിൽക്കുമ്പോൾ വീണ്ടും അവിടെ പിടിച്ചു നിൽക്കാൻ തോന്നിയില്ല. ഞങ്ങൾ വളർത്തി വലുതാക്കിയവൻ തന്നെ അനാഥാലയത്തിൽ കൊണ്ട് ചെന്നു തള്ളുന്നതിലും ഭേദമല്ലേ സ്വയം ഒരു ഒഴിഞ്ഞുപോക്ക്? വേണ്ട, ആ പാപം കൂടി അവൻ്റെ തലയിൽ പേറേണ്ട. ഇവിടെയും അവനോടുള്ള വാത്സല്യമാണോ എൻ്റെ കണ്ണു മൂടിക്കെട്ടുന്നത്? അറിയില്ല, ആയിരിക്കും. പലതും ആലോചിച്ച് മുൻപോട്ട് നടക്കുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണുകൾ കൊണ്ട് പരതി. 40 വർഷം ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. വണ്ടിത്താവളത്തിൽ നിന്നും വന്നു കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം സൊറ പറഞ്ഞിരുന്ന സായാഹ്നം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത തരത്തിൽ അസ്തമിച്ചിരിക്കുന്നു. പഴയ കലുങ്കുകൾ ഇന്നില്ല. മണലിൻ്റെ തണുപ്പ് നിറഞ്ഞ പാതയ്ക്ക് പകരം കറുത്ത ടാറിൻ്റെ ചൂട് ദേഹത്തേക്ക് അരിച്ചു കയറുന്നു. അന്ന് സൊറ പറഞ്ഞു ഉറക്കെ ചിരിച്ചിരുന്ന കൂട്ടുകാരിൽ പലരും ഇന്നില്ല.
ഉള്ളവർ ഞങ്ങളെപ്പോലെ തന്നെ വലിയ മതിലുകൾക്കുള്ളിൽ തുരുമ്പിച്ചു തുടങ്ങിക്കാണും. ചില മതിലുകൾക്ക് ഉള്ളിലേക്ക് കണ്ണുകൾ പോയി സൗഹൃദങ്ങളെ തേടി. ഇല്ല, ഇനി കാണില്ല ആ സൗഹൃദങ്ങൾ. ഒരു വേലിക്കപ്പുറം ഓടി വന്നിരുന്ന സൗഹൃദങ്ങൾ എന്നോ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. ആരുടെയും കുറ്റമല്ല. കാലത്തിനനുസരിച്ച് ആജ്ഞകൾ മാറി മാറി വന്നു. അനുസരിക്കാതെ ഇരിക്കാൻ ആർക്കും കഴിയില്ല. വേണ്ട, ആരും അറിയണ്ട, പിന്നിട്ട വഴികൾ ഇനിയില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ അവളുടെ ആ വലം കൈയിൽ ഒന്നുകൂടി പിടിമുറുക്കി ഞാൻ. പണ്ട് ഒപ്പം നടക്കാൻ വിളിച്ച അതേ ആവേശത്തിൽ തന്നെയാണ് അവൾ ഇന്ന് എൻ്റെ കൂടെ ഇറങ്ങിയത്. പക്ഷേ അറിയില്ല പാവത്തിന്, എല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത്, ഇനിയൊരു തിരിച്ചു വരവില്ല എന്ന്. ജീവിക്കാനുള്ള തത്രപ്പാടിൽ പലപ്പോഴും അവളുടെ ആഗ്രഹങ്ങൾക്ക് കൂച്ചുവിലങ്ങ് തീർത്തു ഞാൻ. അവളുടെ മാത്രം ആഗ്രഹങ്ങൾക്ക് എന്ന് പറയുന്നതാകും അതിൻ്റെ ശരി. അവസാന നാളുകളിൽ കൈപിടിക്കാൻ അവൾ മാത്രമേ കൂടെയുള്ളൂ എന്ന തിരിച്ചറിവിലാണ് ആ പാവത്തിൻ്റെ ബാക്കി വച്ച സ്വപ്നങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. പാതി വഴിയിൽ അവൾ ബാക്കി വച്ച ഒരാഗ്രഹം, അല്ലെങ്കിൽ പറഞ്ഞു മടുത്തത്, മൂകാംബികാദേവിയുടെ സന്നിധി. അവിടേക്കാണ് ഇന്ന് യാത്ര. ചിരിയോടെ ആ കയ്യിൽ ഒന്നുകൂടി പിടിമുറുക്കുമ്പോൾ വളയം പിടിച്ച് തഴമ്പിച്ച എൻ്റെ കയ്യിലേക്ക് അവളിലെ ആ പഴയ തണുപ്പ് തന്നെയായിരുന്നു അരിച്ചിറങ്ങിയത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.